ആക്ച്വലി നിങ്ങൾക്കറിയാവോ, ഞാൻ ഒരു രാജകുടുംബത്തിൽ നിന്നാണ്. കൂലംപറമ്പിൽ മൂലംതമ്പുരാൻ്റെ വീട്ടിൽ നിന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഏ എൻ്റെ അമ്മേ, ഈ വീട്ടിൽ നിന്ന് മത്തി പുഴുങ്ങിയ മണം വരുന്നുണ്ടല്ലോ. അതെ, ഇതും നല്ല മത്തി തന്നെയാ, നല്ല പച്ച മത്തി. ഓ, എനിക്ക് തോന്നുന്നത് അൽക്കോർ മാർക്കറ്റിൽ നിന്ന് അമ്മ പോയി മേടിച്ചെന്നാ എനിക്ക് തോന്നുന്നേ. എൻ്റെ അമ്മേ. ഹായ് വന്നല്ലോ, എൻ്റെ മങ്ങ് വന്നല്ലോ. ആവു, എൻ്റെ പൊന്നോ, രണ്ട് നല്ല മുഴുമുഴുത്ത മത്തി. ഹാവ്, ഇത് ഒമാൻ മത്തിയാണോ അതോ? ഏയ്, ഇവിടെ ഒമാൻ മത്തി ആകാനാ ചാൻസ്. ഒരിച്ചിരി ഒപ്പുണ്ട്. എന്നാലും എന്തൊരു ടേസ്റ്റാ. നിങ്ങൾക്കറിയാവോ, നാട്ടിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായെന്ന് ഞാനിത് മുഴുമുഴായിരിക്കുന്ന മത്തി കണ്ടിട്ട്. ഇതെനിക്ക് തോന്നുന്നത് ഷുവറായിട്ടും അൽക്കോർ മാർക്കറ്റിൽ നിന്നാണ്. അവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് സാധനം ഇങ്ങോട്ട് കിട്ടുവേ. നല്ല കടലിൽ പോയി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ കവറിലാക്കി ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരുന്നത്. നല്ല മാംസമുണ്ട്. ഇതിൻ്റെ ഇടയിലാണെങ്കിലോ നല്ല കുഞ്ഞു കുഞ്ഞു മീനിൻ്റെ മുള്ളും കൂടെ ആകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ നല്ല കുശാല. നമ്മളല്ലേലും മലയാളികൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ഭക്ഷണമല്ലേ അങ്ങ് പിടിക്കുക. വേറെ ഏതെങ്കിലും ഒന്ന് പിടിക്കുമോ? അത് നടക്കില്ല. അതിവിടുത്തെ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. തൊട്ടപ്പുറത്തൊക്കെ വേറെ നാഷണാലിറ്റീസാണേ. ഫിലിപ്പീനോസും അവരൊന്നും മീനിൻ്റെ മുള്ളൊന്നും പുറത്ത് വെക്കണത് കാണാനേ ഇല്ല. അവർക്ക് മീനിൻ്റെ മുള്ളും തിന്നുമാവോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഭക്ഷണം കുശാലായി. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പോഴും വിഷമം ഒരൊറ്റ കാര്യമുള്ളൂ. വിസ അടിക്കാത്തത് കൊണ്ട് ജോലി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുന്നില്ല എന്നും പറഞ്ഞ് ഭക്ഷണത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റാ. പക്ഷേ എല്ലാവരും രാവിലെ എണീറ്റ് അങ്ങ് പോകുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയാണ്. നോക്കട്ടെ, എന്തെങ്കിലും നോക്കണം. എൻ്റെ ഖത്തറാടി അങ്ങ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊരു കുറവും വരത്തില്ലാന്നേ. പിന്നെ നോക്കണം. ഇവിടെ വലിയ വലിയ കമ്പനികളുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും നല്ലൊരു ജോലി, വല്ല മാനേജറായിട്ടോ അല്ലെങ്കിൽ അഡ്മിൻ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. അയ്യോ, അതെന്തായാലും മത്തി അങ്ങ് കഴിക്കട്ടെ. ഒരെണ്ണം അങ്ങ് കഴിയാനായി സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങ് വിട്ടുപോയി. ഇനിയും ഉണ്ടേ ഒരെണ്ണവും കൂടെ. എന്തായാലും നല്ല രുചികരമായിരുന്നു. ഇന്നെന്തായാലും എന്താ ഭക്ഷണം കുശാലായി. വല്ല കണ്ടന്മാരും എന്നെ നോക്കോ ആവോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ പോലെയൊന്നും അല്ലെന്ന്, ഭയങ്കര പൊണ്ണം തടിയുവാ. ഞാനൊക്കെ എന്താ പറയുക, വേറെ 2 കിലോയോ അല്ലേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെയൊക്കെ 10, 80, 90, 100, 120 കിലോ ഉള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ. എന്നാ പറയാനാ. എന്തായാലും ഭക്ഷണം ഇന്നത്തെ കാര്യം ഇത് കഴിക്കാം. നാളെ മമ്മി ഇനിയിപ്പോൾ വല്ല ചിക്കനും വാങ്ങി തരാമോ? ചോദിക്കുന്നത് കൂടുതലാണ്. കാര്യം എനിക്ക് ജോലി ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ പൂച്ചകൾക്ക് ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഉറങ്ങും, എത്രത്തോളം വേണമെങ്കിലും ഉറങ്ങും, എത്രത്തോളം വേണമെങ്കിലും കഴിക്കും. വിശപ്പുണ്ടെങ്കിലും വിശപ്പില്ലെങ്കിലും ഞങ്ങൾ കഴിക്കും. ഇതൊരു ഹോബിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ല അങ്ങോട്ട് ടെൻഷനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വളരെ നിർബന്ധം. കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട, എൻ്റെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ എൻ്റെ വ്യൂസ് ഒന്ന് കൂട്ടിയേക്കണം കേട്ടോ. ഓക്കെ, എന്നാലും ബായ്.